ഇത്രയും വിശ്വസനീയമായി കള്ളം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാളും ഈ ഭൂമി മലയാളത്തിൽ ഒരാളില്ല. ഈ സമയത്ത് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് പോയി. നമ്മൾ വിചാരിച്ച് ഈ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങൾ കാണാനായിരിക്കും പോയത്. പക്ഷെ അതിനകത്ത് ആപ്പിളും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടാണ് പോയത്. രോഗിയെ കാണാൻ പോയിന്നാണ് പേഴ്സണൽ യാത്ര. മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹം ഒരു അഭിപ്രായം പറയാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. നേരത്തെ എന്ത് വാചകടിയായിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ കയറി പോകുന്നു, നാട്ടുകാരുടെ പണമെടുത്ത് ഇങ്ങനെ പോകാവുന്ന എത്ര പ്രാവശ്യം ചോദിച്ചു. ഇത്രയും വളരെ ഗുരുതരമായ അവസ്ഥ നിൽക്കുന്ന സമയത്ത് ഈ ഒരു യാത്രയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങേയറ്റം. പുറത്തുള്ളവർ നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഇങ്ങനെയാണ് പോയത്. അവിടെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് പോയി എന്നുള്ളത് വളരെ ലജ്ജാകരമായ കാര്യം. പച്ചക്കള്ളം നല്ല വിദഗ്ധമായി അവതരിപ്പിക്കുന്നതിന് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും വിശ്വസനീയമായി കള്ളം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാളും ഈ ഭൂമി മലയാളത്തിൽ ഒരാളില്ല. വിശ്വസനീയമായി പറയും. പക്ഷേ ഉത്തരവാദിത്വം വരുമ്പോൾ അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇതിനെല്ലാം കണക്കുകളുള്ളതല്ലേ, കാര്യങ്ങളുള്ളതല്ലേ, ആളുകൾ കാണുന്നതല്ലേ.